ഭരതരാഘവ സംവാദം. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം. അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥാചിതം. ജ്യേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തയാ ചിരം. വിശ്വമെല്ലാം പരത്തിക്കുലത്തന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാവു തന്നൂടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിതേ. ഭ്രാതാവു തന്നൂടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രഘുവരൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിതാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനർ എന്നതു കാരണം. ചേതസ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താൻ നിയോഗമനുഷ്ഠിക്കയും വേണം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ. വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നീതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായ ജാനകി. ഭോഗീ പ്രവരനാകുന്നതു ലക്ഷ്മണൻ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരി പുക്കു വസിക്ക നീ. വന്നീടും അഗ്രജന്താനുമനുജനും ദേവിയും 7 സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര. രാജ്യായത്തെ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ. യാവത്തവാഗമനം ദേവദേവ മേ താവദേവാനാരദം ഭജിച്ചീടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ തീർത്ഥമെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും.